ഹലോ ഗായ്സ്, ഞാൻ വേറൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. വീട് മാറി സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് ഒതുക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീട് എങ്ങനെയാണ്, റൂം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. ഗൈസ്, ഇത് വന്നിട്ട് എൻ്റെ ബെഡ് ഏരിയയാണ്. ഇവിടെ ഇങ്ങനെയാണ് ഡോറ് തുറന്നു കഴിഞ്ഞാൽ വരുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇത് നാനൂച്ചിൻ്റെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ടീപ്പോ ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഒരു കോലത്തിലിരിക്കുക. പിന്നെ പുറത്ത് സാധനങ്ങൾ, കാരണം ഒരു ഐറ്റംസും ഒതുക്കി വെച്ചിട്ടില്ല. അപ്പോൾ അതെല്ലാം അവിടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഒരു ലോഡ് എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും. കാരണം ഞാൻ ഓഫീസിലോട്ട് പോകുന്ന സമയത്ത് എനിക്ക് എടുക്കാനുള്ള ഡ്രസ്സൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് ഞാൻ ഓടുക ചെയ്തത്. അപ്പോൾ അവിടെ ഫുള്ള് സാധനങ്ങൾ ഇരിക്കുക. പിന്നെ ഇത് നമ്മുടെ വാഡ്രോബാണ്. അപ്പോൾ വാഡ്രോബിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, കണ്ടോ. നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റിയ. അപ്പോൾ എനിക്കിവിടെ ഫുള്ള് ഒന്ന് ഒതുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഒതുക്കാം. ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അങ്ങനെ അവിടെ വെച്ചിരുന്ന ഒരു മിനിമം ക്വാണ്ടിറ്റി ഓഫ് സാധനങ്ങൾ ഇതാ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് ക്ലീൻ ചെയ്യണം. ഫുള്ള് ഇങ്ങോട്ടേക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട്. ഇതൊരു പ്രോപ്പർ വേ ഓഫ് ഓർഗനൈസിങ് അല്ല. ഫസ്റ്റ് ഡേ ഓഫ് ഷിഫ്റ്റിങ് ബാൽക്കണിയിലാണ് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ റൂമിലെ കപ്പോർഡ്സിൽ ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ ഒരുവിധം തുണികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന കുറേ സെക്ഷൻ മാറ്റി. ഇനി ഹാങ്ങറിൽ തൂക്കാനുള്ള ഈ ഒരു സെക്ഷൻ തുണികളുണ്ട്, അത് ഇവിടെ തൂക്കും. പിന്നെ ടോട്ടലി ഇവിടെ ഒക്കെ ഇങ്ങനെ കുറച്ച് വിധം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു പ്രോപ്പറായിട്ടല്ല ചെയ്തിരിക്കുന്നത്. ഒന്ന് വെച്ച് കളിച്ചിട്ടൊക്കെ വന്ന് പഠിച്ചിട്ടും വന്ന് എന്നെ കഴിച്ചുകൊണ്ടിരിക്കുക. നെയ് റോസ്റ്റും എൻ്റെ കാല് ചെറുതായിട്ടൊന്നും മുറിഞ്ഞു. ഓ മൈ ഗോഡ്, കുഴപ്പമില്ല കേട്ടോ. ഗൈസ്, ഞാൻ എൻ്റെ ഈ ഒരു ഏരിയ ഫുള്ള് ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഗൈസ്, ഇത് ഫ്രൈഡേ ആണ്. ഒരുപാട് ദിവസങ്ങളെടുത്തു. കാരണം ഇവിടെ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും പറ്റിയില്ല. എനിക്ക് ഓഫീസ് ഡ്യൂട്ടി കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒരു സൈഡിൽ അങ്ങോട്ടിരിക്കട്ടെ. ആവശ്യമുള്ള, അതായത് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഓൾറെഡി പാക്കപ്പ് ചെയ്തു. ഇനി ഒരു ബാഗും കൂടെ, ഒരു സ്യൂട്ട് കേസ് മാത്രമേ ഉള്ളൂ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട്. ഇനി ചെയ്യേണ്ടത് എൻ്റെ കിച്ചൺ ഐറ്റംസ് ആണ്. അത് ഒരുപാട് സാധനങ്ങൾ ഇരിക്കേണ്ടത്, ഫുള്ള് വേണ്ടാത്തതും വേണമെന്നുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ള് ക്ലാരിഫൈ ചെയ്യാണ്. ഇത്രയും പാത്രങ്ങൾ കാര്യങ്ങളിരിക്കുക. ഞാനും അതാ ഇവിടെയുണ്ട്. ഇനി ബാക്കി ഈ ഒരു ഏരിയ ഫുള്ള് ക്ലിയർ ചെയ്യണം. എവിടെ തുടങ്ങണമെന്ന് ഒരു ഐഡിയ ഇല്ല. കിച്ചൺ ഐറ്റംസ് ഒതുക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഞാൻ അത് വയ്ക്കുന്നു, ഇത് വയ്ക്കുന്നു, ഫില്ല് ചെയ്യുന്നു, എന്താ പറയുക, അരി സാധനങ്ങളും ഒക്കെ എവിടെയൊക്കെ വെക്കണമെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പിന്നെ പാത്രങ്ങളിലോട്ടായി. ഈ പാത്രങ്ങളൊക്കെ ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ കൺഫ്യൂഷൻ അടിച്ചിട്ട് കുറച്ച് നേരം നിന്ന്. പിന്നെ ഓരോന്നായിട്ട് എന്തൊക്കെ ആട്ടെ എവിടെയെങ്കിലുമൊക്കെ ആക്കി വെക്കാൻ നിർത്തിയിട്ട് ഓരോ സൈഡിൽ ഞാനത് പ്ലേസ് ചെയ്തു. ഇനി എപ്പോഴെടുക്കുമെന്ന് എനിക്ക് ഒരു പിടുത്തവും ഇല്ല. എൻ്റെ ചിക്കൻ ഫ്രൈഡ് ബിരിയാണി. ഗൈസ്, ക്ലീനിങ്ങിനിടെ എൻ്റെ സ്യൂട്ട് കേസൊക്കെ ഓപ്പൺ ചെയ്ത സമയത്ത് എനിക്കതിൽ നിന്ന് കിട്ടിയൊരു സാധനമാണ് ഈ ഒരു കുഞ്ഞ് ഷർട്ട്, കുട്ടി ടീഷർട്ട്. ഇതെന്ന് പറയുന്നത് മോൻ്റെ ഒരു 3 or 4 months ആയപ്പോൾ മോന് വാങ്ങുന്ന ഒരു ടീഷർട്ടാണ്. ഐ ഹാവ് എ ഹീറോ, ഐ കോൾ ഹിം ഡാഡ്. എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഷർട്ട്. മോനിപ്പോൾ 6 years കഴിഞ്ഞു. സ്റ്റിൽ ഞാൻ വെച്ചേക്കുക. അപ്പം നിങ്ങളെ കൂടെ നിങ്ങളും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ രാത്രിയായി, ഞാൻ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാൻ എൻ്റെ ബാൽക്കണിയൊക്കെ നല്ല സ്പേസ് അടച്ചു. അതിനുശേഷം ഇവിടെ ഒന്നും വേറെ സാധനങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജ്യൂസ് ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുക. കാരണം ഞാൻ ടോട്ടലി ടയേർഡായിട്ടിരിക്കുക. ഒരു ഐസ്ക്രീം ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും കുറച്ചൊന്ന് കുടിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.